നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസങ്ങളിലും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 19, 2025 ചൊവ്വ. റഷ്യൻ ഓയിലിന്റെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പെനൽറ്റി താരിഫ് ഒഴിവാക്കിയേക്കാമെന്നുള്ള US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് വന്ന സൂചനകളും GST റിഫോംസിന്റെ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നതിന്റെ ഭാഗമായിട്ടും ഇന്നലെ നമ്മുടെ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് ഉയർത്തുന്നതിന്റെ ഫലമായിട്ട് ഇന്നലെ തുടർച്ചയായി മൂന്നാമത്തെ ട്രേഡിംഗ് സെക്ഷനിലും നമ്മുടെ മാർക്കറ്റിന് ഘട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. പതിവിന് വിപരീതമായി ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ 550.85 കോടി രൂപയുടെ ബൈ നടത്തുകയുണ്ടായി. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 4181 കോടി രൂപയ്ക്കും ബൈ നടത്തി. ഇന്നലത്തെ ബൈയിങ്ങും ഓഗസ്റ്റ് 8 തീയതിയിലെ ബൈയിങ്ങും മാറ്റി നിർത്തിയാൽ ഈ മാസത്തെ ബാക്കി എല്ലാ ട്രേഡിംഗ് സെക്ഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലേഴ്സ് ആയിരുന്നു. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റും US പ്രസിഡന്റ് ട്രംപും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗിലായിരുന്നു. ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലമായിട്ട് സെലൻസ്കിയുടെ ആവശ്യപ്രകാരം US പ്രസിഡന്റിന്റെ ഭാഗത്ത് ഉക്രൈന് മുകളിലുള്ള സെക്യൂരിറ്റി ഗ്യാരണ്ടി പരിപൂർണമായിട്ടും വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അതുകൂടാതെ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സെക്യൂരിറ്റി ഗ്യാരണ്ടി നടപ്പാക്കുന്നതിൽ മുൻകൈ എടുക്കുമെന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ പ്രസിഡന്റ് ട്രംപ് മുൻകൈ എടുത്തുകൊണ്ട് ത്രികക്ഷി ചർച്ച, അതായത് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ത്രികക്ഷി ചർച്ചയ്ക്കും സെലൻസ്കി സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എക്സ്പെർട്ടുകളുടെയും അനലിസ്റ്റുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം 24,670, 24,850 എന്നീ ലെവലുകൾക്കിടയിലുള്ള നിഫ്റ്റിയുടെ ബുള്ളിഷ് ഗ്യാപ്പ് നിഫ്റ്റിക്ക് നിലനിർത്തുവാൻ സാധിക്കുകയാണെങ്കിൽ 25,000 തുടർന്ന് 25,250 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാൻ ആവുകയില്ല. അതേസമയം നിഫ്റ്റിയിൽ ഇന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 24,700, 24,600 എന്നീ ലെവലുകൾ ശക്തമായ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാറിയേക്കാം. അതേസമയം ഓഗസ്റ്റ് മാസത്തെ ലോ ആയ 24,337 എന്ന ലെവൽ നിഫ്റ്റിക്ക് ഡൗൺ സൈഡിലേക്ക് വളരെ ക്രൂഷ്യൽ തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സെക്ടോറിയൽ ഇൻഡസീസിലെ ഡെറിവേറ്റീവ്സ് കുറച്ചും കൂടെ സേഫർ ആക്കാൻ വേണ്ടിയിട്ട് സെബിയുടെ ഭാഗത്ത് നിന്നും റീസ്ട്രക്ചറിങ്ങിനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതുകൂടാതെ സെബിയുടെ ഭാഗത്ത് നിന്നും ഇതിനു മുൻപേ ഒരു നീക്കമുണ്ടായിരുന്നു. 5,000 കോടി രൂപയിലേറെ മൂല്യമുള്ള IPOസില് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ 35% നിന്നും 25% ആക്കുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ നടപടിയിൽ നിന്നും സെബി പിന്മാറി എന്നുള്ള അപ്ഡേറ്റ്സും വരുന്നുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റ്സുകളിൽ വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോടുകൂടി US നിന്നും ബിൽഡിംഗ് പെർമിറ്റും ഹൗസിംഗ് സ്റ്റാർട്ട്സും ജൂലൈ മാസത്തെ റിലീസ് ചെയ്യുന്നുണ്ട്. അതേസമയം കാനഡയിൽ നിന്നും ജൂലൈ മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റുകളും റിലീസ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇൻഫോസിസ് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചു. കൂട്ടത്തിൽ ആക്സിസ് ബാങ്ക് ADR ആണ് 2.5% നേട്ടം കൈവരിച്ചുകൊണ്ട് ടോപ്പ് പെർഫോമർ ആയിട്ട് മാറുകയുണ്ടായി. ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കുമ്പോൾ ഇന്നലെ US S&P 500 സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. അതേസമയം നാസ്ഡാക്കിന് സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 8 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടി മാത്രം വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് മാത്രം ഇന്നലെ നേരിയ നേട്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നേട്ടത്തോടു കൂടിയും കൊറിയൻ മാർക്കറ്റ് നഷ്ടത്തോടു കൂടിയിട്ടുമാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രന്റ് ക്രൂഡിലും ക്രൂഡ് ഓയിലിലും ഇടിവ് അനുഭവപ്പെടുമ്പോൾ ഗോൾഡിൽ നേരിയ ഉയർച്ചയാണ് അനുഭവപ്പെടുന്നത്. ഇനി നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR ഇന്നലെ അതിഭീകരമായിട്ട് ആദ്യ സെക്ഷനിൽ 1.3 എന്ന ലെവലിൽ എത്തിച്ചേർന്നെങ്കിലും അത് നിലനിർത്തുവാനായില്ല. അവിടെ നിന്നും PCR മാറി മറിഞ്ഞുകൊണ്ട് 0.87 എന്ന നിലയിലാണ് ഇപ്പോൾ PCR സ്ഥിതി ചെയ്യുന്നത്. മാക്സ് പെയിൻ 24,900 എന്ന ലെവലിലും. പൊട്ടൻഷ്യൽ റിവേഴ്സ് പാറ്റേണിനെ സൂചിപ്പിച്ചുകൊണ്ട് ഇന്നലത്തെ സ്ട്രോങ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന്റെ ഫലമായിട്ട് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമില് ലോങ് അപ്പർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ദൃശ്യമാകുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,000 എന്ന
സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലേക്ക് കാണുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. 24,800 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. തത്സമയം അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും ദൃശ്യമാകുന്നത്. ഇന്നലത്തെ റാലിയുടെ ഫലമായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ കൺസോളിഡേഷൻ ബ്രേക്ക്ഔട്ട് ദൃശ്യമായെങ്കിലും ഡെയിലി ചാർട്ട്സിൽ നിന്നും നിഫ്റ്റിയുടെ അതേ പാറ്റേൺ തന്നെയാണ് ദൃശ്യമാകുന്നത്. തൽഫലമായി ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ മിഡ് ടൈം ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസ് ആയ 50-ഡേ EMAയുടെയും 20-ഡേ EMAയുടെയും മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചില്ല. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിൽ തന്നെയാണ് കോൾ സൈഡിലേക്കും പുട്ട് സൈഡിലേക്കും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് തുടരുന്നത്. തത്സമയം 56,100 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും 56,000 എന്ന സ്ട്രൈക്കിൽ ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗും നിലവിൽ ദൃശ്യമാണ്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വേദാന്ത 21 ഓഗസ്റ്റിന് ബോർഡ് മീറ്റിംഗ് ചേരുന്നുണ്ട്. സെക്കൻഡ് ഇൻട്രീം ഡിവിഡൻഡുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾക്കായി. ബേൺ ടോസ്റ്റ് എന്നുള്ള പുതിയ ഒരു ബ്രാൻഡ് യൂത്തിനെ ഫോക്കസ് ചെയ്ത് ഗുജറാത്തിലെ സൂറത്തിൽ ഏറ്റവും ആദ്യ സ്റ്റോർ ലോഞ്ച് ചെയ്തതായിട്ടുള്ള വാർത്തകൾ. മറൈൻ ഇലക്ട്രിക്കൽസ് ഇന്ത്യ 17.36 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. നുവോക്കോ വിസ്ത കോർപ്പറേഷൻ 600 കോടി രൂപയുടെ ഫണ്ട് റേസിംഗ് നോൺ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ് വഴി ശേഖരിക്കുവാനുള്ള അപ്രൂവൽ കമ്പനിയുടെ ബോർഡ് നൽകി എന്നുള്ള വാർത്തകൾ. റെയിൻബോ ചിൽഡ്രൻസ് മെഡിക്കെയർ പ്രതീക്ഷ വുമൺ ആൻഡ് ചൈൽഡ് കെയർ ഹോസ്പിറ്റലിലുള്ള 76% ഇക്വിറ്റി സ്റ്റേക്ക് കമ്പനി അക്വിസിഷൻ ചെയ്തു എന്നുള്ള വാർത്തകൾ. DRC സിസ്റ്റംസ് ഇന്ത്യ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി ഓഗസ്റ്റ് 26-ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വാർത്തകൾ. ഓക്സിജന്റ ഫാർമസ്യൂട്ടിക്കൽസ് ഇന്നലെ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറുമായിരുന്ന വാൻകിനേനി സായ് സുധാകർ രാജിവെച്ചു എന്നുള്ള വാർത്തകൾ. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.